മഹാരാഷ്ട്രയിൽ ഉള്ളിയുടെ കയറ്റുമതിക്ക് ഏർപ്പെടുത്തിയിരുന്ന നിരോധനം ഭാഗികമായി പിൻവലിച്ച കേന്ദ്ര സർക്കാർ തീരുമാനം അടുത്തഘട്ട തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കാൻ വേണ്ടി മാത്രമാണെന്ന പരാതികൾ വ്യാപകം. നടപടി തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്നും മോദിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ദേവേന്ദ്ര ഫട്നാവിസ് എക്സിൽ പങ്കുവച്ച പോസ്റ്റ് തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്നും അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ അജിത് നാവലെ കുറ്റപ്പെടുത്തി. മഹാരാഷ്ട്രയിൽ അടുത്ത ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പ് മെയ് 7, 13, 20 തീയതികളിലായാണ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഉള്ളിക്കൃഷി സമൃദ്ധമായ പ്രദേശത്തെ കർഷകരെ സന്തോഷിപ്പിക്കാനായി ഉള്ളിയുടെ കയറ്റുമതിക്ക് ഏർപ്പെടുത്തിയിരുന്ന നിരോധനം ഭാഗികമായി പിൻവലിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം. വിജ്ഞാപനം പുറപ്പെടുവിച്ചതിന് തൊട്ടു പിന്നാലെ ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഈ നീക്കത്തെ സ്വാഗതം ചെയ്യുകയും മഹാരാഷ്ട്രയിലെ ഉള്ളി കർഷകരെ സഹായിക്കാൻ കഴിഞ്ഞതിലെ സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്തു. त्यामुळे खरं तर त्यांनी आनंद व्यक्त करायला पाहिजे होता की बाबा आता शेतकऱ्यांचा कांदा निर्यात होणार आहे. അതേസമയം നടപടി തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്നും പരിമിതമായ കയറ്റുമതി കർഷകരെ സഹായിക്കില്ലെന്നും അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ അജിത് നവാലെ കുറ്റപ്പെടുത്തി. 99,150 टन कांदा वेगवेगळ्या देशांना निर्यात करण्याची परवानगी केंद्र सरकारने दिली, अशा प्रकारच्या बातम्या वेगवेगळ्या ठिकाणावरून प्रसारित करण्यात येत आहेत. നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ദേവേന്ദ്ര ഫട്നാവിസ് എക്സിൽ പങ്കുവച്ച പോസ്റ്റ് തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്നും നവാലെ ചൂണ്ടിക്കാട്ടി. देवेंद्र फडणवीस साहेबांच्या नावाने सुद्धा ट्विटरच्या माध्यमातून अशा प्रकारची पोस्ट सर्वत्र फिरवण्यात येते आहे. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഉള്ളി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. 1,00,000 ടൺ ഉള്ളി 6 രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള അനുമതിയാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുമായി 2,000 ടൺ വെളുത്തുള്ളി കയറ്റുമതി ചെയ്യാനും അനുമതി നൽകിയിരിക്കുകയാണ്. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.